ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹംസധ്വനി എന്ന പേരിൽ വാർഷികാഘോഷവും സ്നേഹാദരവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. അന്തിക്കട സബ് ഇൻസ്പെക്ടർ കെ അജിത് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സ്കൂൾ അങ്കണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ അതല്ലെങ്കിൽ ആ സ്കൂള് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പോയതിൻ്റെ ഒരു മിന്നായം പോലെ കാഴ്ചവട്ടങ്ങൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ഈ നേരത്ത്. ഞാനിവിടെ നിങ്ങൾക്കറിയാവുന്നറിയില്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ പൂങ്കുന്നം എന്ന സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. പൂങ്കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെ ഉണ്ടായിരുന്നത്. ആ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി ഇന്ന് നിങ്ങൾക്ക് മുന്നിലൊരു അതിഥിയെ എത്താൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷം എൻ്റെ ടീച്ചർമാരോടും എൻ്റെ സഹപാഠികളും അന്ന് തന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും തന്നെയാണെന്ന് ഇന്ന് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് കേരള പോലീസിന്റെ ഭാഗമായി 6 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള പ്രശ്നങ്ങളെക്കാൾ പോലീസ് ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സ്കൂളുകളിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. എന്തുകൊണ്ടോ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നയത്തിലോ അതല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിലോ ഒന്നും മാറ്റമാണോ എന്നറിയില്ല. ഇന്നത്തെ കുട്ടികൾക്കുണ്ടായ മാറ്റം ഒരുപക്ഷെ നമുക്ക് ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതാണെന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. PTA പ്രസിഡന്റ് കവിത കൃഷ്ണ അധ്യക്ഷയായി. ചടങ്ങിൽ അവയവദാനം ജീവദാനമാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ഷൈജു സൈറാമിനെ ആദരിച്ചു. പാഠ്യേതര മേഖലയിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ സജിൻ ആർ കൃഷ്ണൻ ഉപഹാരം നൽകി. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിശങ്കർ, അഭിനവ് എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് നെയ്സൺ പൗലോസ്, സ്കൂൾ HM TS സുനി, MPTA പ്രസിഡന്റ് സജീന സുധീർ, സ്കൂൾ ലീഡർ സന ഫാത്തിമ, സ്റ്റാഫ് സെക്രട്ടറി ഷിജി PJ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായി.